മഹാലക്ഷ്മി സീരിയലിൻ്റെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മഹി ഇങ്ങനെ മുഖം വീക്കി ഇരിക്കുകയാണ് കേട്ടോ. അത് കാണുമ്പോൾ കണ്ണൻ ചോദിക്കുന്നുണ്ട്, എന്താടോ തൻ്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത്, ഒരു കല്യാണ വീടാണ് അല്ലാണ്ട് മരണ വീടല്ല എന്നിങ്ങനെ പറയണം കേട്ടോ. എന്നാലും കണ്ണേട്ട അവരൊക്കെ താഴെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളെങ്ങനെ ഓഫീസിലേക്ക് പോവുക, എന്നെക്കൊണ്ട് അതിന് പറ്റില്ല എന്നിങ്ങനെ പറയണം. തന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. ഞാൻ എൻ്റെ കൂടെ ജീവിക്കുമ്പോൾ നല്ല ചങ്കുറപ്പ് വേണം, എങ്കിലേ ജീവിക്കാൻ പറ്റുള്ളൂ എന്നിങ്ങനെ പറയണേ. എത്ര മാറാൻ തുടങ്ങിയാലും അവൻ മാറില്ല. വേറെ ഒരുത്തനാണെങ്കിൽ ഞാൻ എല്ലാത്തിനും നിന്നേനെ. അവൻ്റെ സ്വഭാവം അറിയും. അതുകൊണ്ട് താൻ ഇനിയും എൻ്റെ കൂടെ തന്നെ നിൽക്കണം എന്നിങ്ങനെ പറയണേ കേട്ടോ. അതിനുശേഷം താൻ വായോ നമുക്ക് പോകാം ഓഫീസിലേക്ക് എന്ന് പറഞ്ഞ് കണ്ണൻ മഹിയെയും വിളിച്ചിട്ട് താഴത്തേക്ക് പോവുമായിരിക്കും. ആ സമയത്ത് ഉണ്ണിയും ദുർഗയും എല്ലാവരും കൂടി ഇരുന്നിട്ട് കണ്ണനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കേട്ടുകൊണ്ടാണ് കണ്ണൻ അങ്ങോട്ടേക്ക് പോകുന്നത്. എന്താടാ എൻ്റെ കുറ്റം പറച്ചിൽ കഴിഞ്ഞില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. എന്നാലും കണ്ണ നീ ചെയ്തത് ശരിയല്ല എന്ന് അവിടുത്തെ ഒരു അമ്മാവൻ പറയുകയാണ്. ഞാൻ ചെയ്തത് ശരിയാണെന്ന് എനിക്ക് നല്ല ഉത്തമ ബോധ്യമുണ്ട്. എൻ്റെ പെങ്ങളെ കെട്ടാൻ പോകുന്നവൻ തീരെ സ്വഭാവശുദ്ധിയുള്ളവനല്ല. അവൻ്റെ കൂടെ അവൾ ജീവിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അവളുടെ ജീവിതം പൂർണ്ണമാകില്ല. അവൾക്ക് നാളെ കരഞ്ഞുകൊണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് വരാം. അങ്ങനെയുള്ളൊരു ബന്ധത്തിനെ എനിക്ക് ആശീർവദിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പോകുന്നത്. അവൻ നല്ലവനല്ല. അവൻ എൻ്റെ ഭാര്യയെ തന്നെ ശല്യം ചെയ്തിരുന്നവനാണ്. അവൻ അതേപോലെ തന്നെ ഞങ്ങളെ കൊല്ലാൻ ശ്രമിച്ചവനും ഒക്കെയാണ്. അങ്ങനെയുള്ള ഒരാളെ എൻ്റെ പെങ്ങളെ എനിക്ക് കല്യാണം കഴിച്ചു കൊടുക്കാൻ സാധിക്കില്ല. എൻ്റെ പെങ്ങൾക്ക് തെറ്റ് ബോധ്യമാകും. ആ സമയത്ത് അവൾ വരും. അല്ലാതെ ഞാൻ അവൾ വരുന്ന ഒരു കല്യാണത്തിന് വേണ്ടിയിട്ട് എനിക്ക് നന്മകൾ നേരാൻ പറ്റില്ല. എങ്കിലും എല്ലാ നന്മകളും നേരുന്നു എന്ന് പറഞ്ഞ് മഹിയെയും വിളിച്ചിട്ട് പോവുകയാണ് കേട്ടോ. അത് കാണുമ്പോൾ ദുർഗയ്ക്ക് ഭയങ്കര വിഷമവും സങ്കടവും വരികയാണ് കേട്ടോ. കരുണ മഹിയോട് പറയും, നിനക്കെന്നാലും എങ്ങനെ പോകാൻ തോന്നുന്നു എന്നിങ്ങനെ ചോദിക്കണം കേട്ടോ. എൻ്റെ കണ്ണേട്ടൻ എന്താണോ തീരുമാനിക്കണത് അതിനൊപ്പമാണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ പോവുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ് മഹി പോവുകയാണ് കേട്ടോ. ദുർഗ അതുപോലെ കണ്ണനും മഹിയും ഭയങ്കരമായിട്ട് ശപിക്കുകയാണ് കേട്ടോ. ഒരിക്കലും അവർ ഗതി പിടിക്കില്ല എന്നെല്ലാം പറഞ്ഞ് മഹിയെയും കണ്ണനെയും ഒരുപാട് ശാപവാക്കുകൾ ചൊരിയാണ് ദുർഗ. പിന്നീട് മോഹിനി കല്യാണത്തിന് പോകാൻ വേണ്ടി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വരികയാണ് കേട്ടോ. അതേസമയം പ്രതാപനും മുത്തശ്ശിയും കൂടി ചോദിക്കുകയാണ്, നീ എവിടേക്കാണ് എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഞാൻ കല്യാണത്തിനാണ് എന്ന് പറയും. നീ കല്യാണത്തിന് വരണ്ട, നിൻ്റെ മോള് വരുന്നില്ലല്ലോ കല്യാണത്തിന്. നിൻ്റെ മരുമോൻ ഒരു തരി പൊന്നു പോലും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് നിന്നെ ഈ കല്യാണത്തിന് വരും വേണ്ട. എന്നാലും ഉണ്ണിയുടെ അമ്മ എന്ത് വിചാരിക്കും? അവരൊന്നും വിചാരിക്കാനില്ല. നിൻ്റെ മകനും മരുമകളും അവിടെ വരുന്നില്ലല്ലോ. നീ അവരെ വന്ന് ആശീർവദിക്കാൻ വേണ്ട. നിൻ്റെ ആശീർവാദം കൂടി ഇനി അവിടെ കുഴപ്പമുള്ളൂ. അവരെവിടെ, നിൻ്റെ മരുമക്കളെവിടെ എന്നിങ്ങനെ ചോദിക്കും. അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് നീ എവിടെ ഇരുന്നാൽ മതി, നീ വരണ്ട എന്നിങ്ങനെ പറയണം കേട്ടോ മോഹിനിയോട്. നീ വല്ല അമ്പലത്തിലും പോയി പ്രാർത്ഥിക്ക്. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് അവൾ നന്നാകണം എന്ന് അവിടെ വഴിപാട് ചെയ്യുക. അല്ലാതെ നീ അവിടെ വന്ന് ആശീർവദിക്കണ്ട എന്നിങ്ങനെ മോഹിനിയെ രണ്ടുപേരും കൂടി കളിയാക്കുകയാണ് കേട്ടോ. പിന്നീട് കണ്ണങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ. അത് കാണുമ്പോൾ മഹി പറയാണ്, ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവും, അവരിറങ്ങാൻ നേരമായിട്ടുണ്ടാകും എന്നിങ്ങനെ പറയണ്. നിനക്കറിയോ, എൻ്റെ കുടുംബത്തിലുള്ളവരെല്ലാവരും എന്നെ കുറ്റം പറയുണ്ടാവും എന്നിങ്ങനെ പറയണം. അവരാരോ എന്തോ പറഞ്ഞോട്ടെ, നാളെ കരയാൻ വേണ്ടിയിട്ടാണ് അവൾ മഞ്ജു അവളുടെ കൂടെ ആദ്യത്തെ പുതുക്കമൊക്കെ കഴിയുമ്പോൾ 1 വർഷം 2 വർഷമോ കഴിയുമ്പോൾ അവൾ തിരിച്ചു വരും കരഞ്ഞുകൊണ്ട്. അവളുടെ എല്ലാ ചതികളും മനസ്സിലാകും. അങ്ങനെയുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എന്തിനാണ് വിഷമിക്കുന്നത്? അവൾക്ക് ഞാൻ പറയുന്നതായിരുന്നു എല്ലാം. അവൾക്ക് ഞാൻ പറയുന്നതും എൻ്റെ തീരുമാനങ്ങളുമായിരുന്നു എല്ലാം ശരി. അവൾ ആകെ മൊത്തം മാറി. പക്ഷേ അവൾ എന്തായാലും തിരിച്ചു വരും, അത് എനിക്ക് ഉറപ്പാണ് എന്നിങ്ങനെ പറയണം കേട്ടോ. കണ്ണൻ എന്നാലും ചെറിയൊരു വിഷമമുണ്ട്. ഏട്ടൻ എന്താണ് എന്നുള്ളതും അവൾക്ക് മേഘനാഥൻ്റെ ചതിയും എന്തെങ്കിലും ഒരിക്കൽ മനസ്സിലാവും. ആ സമയത്ത് അവൻ വരും എന്നിങ്ങനെ പറയാൻ കേട്ടോ. പിന്നീട് മേഘനാഥൻ ഇങ്ങനെ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ പറയണ്ട കേട്ടോ, ഒരു തരി പൊന്നു പോലും കൊടുത്തിട്ടില്ല എന്നിങ്ങനെ പറയാണ്. അതേസമയം മേഘനാഥൻ്റെ അഞ്ചത്തിയും അമ്മ സീമന്തിനിയും കൂടി ഇങ്ങനെ സംസാരിക്കണം. ഒരു തരി പൊന്നു പോലും കൊടുത്തിട്ടില്ല. ഞാൻ ഇങ്ങനെയൊന്നും അല്ല വിചാരിച്ചത്. 100-300 പവൻ കിട്ടുമെന്നാണ് വിചാരിച്ചത്. ഇതാകെ 10-75 പവനേ ഉള്ളൂ. എങ്ങനെ ഇനി നിൻ്റെ കാര്യത്തിന് എന്ത് ചെയ്യും എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ പെങ്ങളുട്ടി പറയണ്, മേഘേട്ടൻ അവിടെയായിരുന്നില്ലേ ഉണ്ടായിരുന്നത്, അപ്പം തന്നെ കുറച്ച് സ്വർണ്ണം അടിച്ചു മാറ്റായിരുന്നില്ലേ എന്നിങ്ങനെ പറയണ്. അങ്ങനെയൊന്നും അടിച്ചു മാറ്റാൻ പറ്റില്ല, എല്ലാ കണക്കുകളും കണ്ണനാണ് നോക്കുന്നത് എന്നിങ്ങനെ പറയണ്. നിന്നെ എങ്ങനെയാണ് കല്യാണം കഴിച്ച് കൊണ്ടു കൊടുക്കുക എന്നുള്ളതേ അറിയില്ല എന്നിങ്ങനെ പറയണ കേട്ടോ. അതേസമയം കണ്ണേട്ടൻ്റെ കൂടെ നല്ല രീതിയിൽ നിന്നതായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ എടുക്കാമായിരുന്നു ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവനെ
മഞ്ജുവിനെ കല്യാണം കഴിക്കണ്ടായിരുന്നു എന്നിങ്ങനെ വിചാരിക്കണം. അതേസമയം തന്നെ മഞ്ജു വരികയാണ് കേട്ടോ, വേണ്ട അത് അമ്മയെ വരുന്നുണ്ട് എന്നിങ്ങനെ പറയണം. അതിനുശേഷം ഇങ്ങനെ പറയണം, മോളെ എന്തായാലും ശരി 100-300 പവൻ ഉണ്ടാകുമെന്ന് വിചാരിച്ചാണ്, ഈ 10-75 പവനേ ഉള്ളൂ, ഇനി നിനക്ക് എന്തെങ്കിലും തരുമായിരിക്കില്ലേ എന്നിങ്ങനെ സീമന്തിന് ചോദിക്കുമ്പോൾ ഇനിയൊന്നും തരില്ല, ഉള്ളതും കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ തന്നെ സീമന്തിരിക്കും അവർക്കും ആകെ അങ്കലാപ്പ് വരികയാണ്. പിന്നീട് ഒരു ഗ്ലാസ് പാലും കൊണ്ട് മഞ്ജു മുകളിലേക്ക് പോവുകയാണ് കേട്ടോ. അതേസമയം തന്നെ പാലും കൊണ്ട് അവിടെ എത്തുമ്പോഴേക്കും നമ്മളെ എത്ര എതിർത്തിട്ടും ഈ കല്യാണത്തിന് ഒത്തുചേരാൻ പറ്റിയല്ലോ എന്നിങ്ങനെ പറയണം കേട്ടോ. എന്തായാലും കരുണേടത്തിയുടെ സഹായം കൊണ്ടാണ് ഈ കല്യാണം ഇത്ര മനോഹരമായി പോകാൻ ചെയ്തത് എന്നിങ്ങനെ പറയുകയാണ്. അതേസമയം മഞ്ജു പറയുന്നുണ്ട്, എൻ്റെ ഒറ്റ തീരുമാനം കൊണ്ടാണ് മേഘേട്ടനെ എനിക്ക് കിട്ടിയത്, ഇല്ലെങ്കിൽ കിട്ടില്ലായിരുന്നു എന്നിങ്ങനെ പറഞ്ഞ് അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ഫോൺ വരികയാണ് കേട്ടോ. ഫോൺ വരുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, എന്തിനാ പുറത്തേക്ക് പോകുന്നത്, ഇവിടെ നിന്ന് ഫോൺ ചെയ്താൽ മതിയല്ലോ എന്നിങ്ങനെ ചോദിക്കുക. അല്ല മോളെ, അവർ കല്യാണത്തിന് വിളിക്കാത്ത കാരണം അവർ എന്തെങ്കിലുമൊക്കെ പറയും, അത് നീ കേൾക്കണ്ട എന്ന് പറഞ്ഞിട്ട് പുറത്ത് പോയി ഫോൺ ചെയ്യുന്നുണ്ട്. അത് മാനസി എന്ന് പറഞ്ഞൊരു സ്ത്രീയായിരിക്കും ഫോൺ ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്കൊരു കുഞ്ഞുണ്ട്, അത് ഓർമ്മ വേണം, അവൻ്റെ എല്ലാ ചിലവിനും നിങ്ങൾ കറക്റ്റായി കൃത്യമായിട്ട് പൈസ തരണം എന്നിങ്ങനെ പറയണം. നീ എന്തിനാ ഇപ്പോൾ വിളിച്ചത്, എന്നെ ശല്യം ചെയ്യാനാണോ എന്ന് ചോദിക്കണം. ശല്യം ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ കല്യാണത്തിന് വന്നിട്ടുണ്ടാകും, എനിക്കതിൻ്റെ ആവശ്യമേ ഇല്ല, നിങ്ങൾ എത്രക്കാരനാണെന്നുള്ളത് എനിക്കറിയാം, അതുകൊണ്ട് നിങ്ങളെ എനിക്ക് ആവശ്യമില്ല. പക്ഷേ നിങ്ങളുടെ കുഞ്ഞിൻ്റെ ചിലവിൻ്റെ കാര്യത്തിന് കംപ്ലീറ്റ് അവൻ്റെ വലുതാകുന്ന വരെയുള്ള ചിലവിൻ്റെ കാര്യം നിങ്ങൾ തീർച്ചയായും നിറവേറ്റണം. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ പെണ്ണിൻ്റെ മുൻപിൽ ഞാൻ വന്നിട്ടുണ്ടാകും, ഞാൻ വന്ന് കുഞ്ഞിൻ്റെ കാര്യവും പറയും, ഒരു തെളിവും വേണ്ട, എനിക്ക് കുഞ്ഞുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എങ്ങനെയുള്ളവനാണെന്നുള്ളത് പറയേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കരുത് എന്നിങ്ങനെ പറയണം കേട്ടോ. അതിനുശേഷം ഓൾ ദി ബെസ്റ്റ് നേരുകയാണ്. ഓൾ ദി ബെസ്റ്റ് അല്ല, ഏതായാലും അവൾ നിങ്ങളെ മനസ്സിലാക്കുമ്പോൾ പോയിക്കോളും, നിങ്ങളുടെ കൂടെ ഒരു സ്ത്രീക്കും ജീവിക്കാൻ കഴിയില്ല എന്നിങ്ങനെ ആ മാനസം ഇങ്ങനെ പറയണം കേട്ടോ. അതിനുശേഷം മേഘനാഥൻ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ മഞ്ജു ഇങ്ങനെ റൂമിലിരിക്കുകയായിരിക്കണ്ട. പിന്നീട് വന്ന് മഞ്ജുവിനോട് ഇങ്ങനെ സംസാരിച്ചിരിക്കുകയാണ് കേട്ടോ. കല്യാണത്തിന് ഞാൻ അവരെയൊന്നും വിളിച്ചില്ലല്ലോ, ഇനി എന്തായാലും ഒരു ഫംഗ്ഷൻ നടത്തണം, അതുകൊണ്ടാണ് എന്നിങ്ങനെ പറയണം, അതുകൊണ്ടാണ് ഇവരൊക്കെ വിളിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും അടുത്ത കോളും വരികയാണ് കേട്ടോ. ഇതാരാന്ന് ചോദിക്കും, ഇതും അതുപോലെയുള്ളവർ തന്നെ, ഏതായാലും ശരി ഇവർക്കൊക്കെ എന്നെ ഒന്നിച്ച് വിളിക്കാനേ കണ്ടുള്ളൂ എന്നിങ്ങനെ മനസ്സിൽ മേഘനാഥൻ പറയണം കേട്ടോ. അതേസമയം ഫോൺ സ്വിച്ച് ഓഫാക്കി വെക്കണം കേട്ടോ. അതിനുശേഷം അവർ പാലൊക്കെ കുടിച്ചിട്ട് നമ്മുടെ നാദരാത്രിയാണ്, നമുക്ക് വേറെ ഒന്നിനെ പറ്റിയും ചിന്തിക്കേണ്ട എന്നിങ്ങനെ പറയണം. അതേപോലെ മഞ്ജുവിനോട് ഇങ്ങനെ ചോദിക്കേണ്ട കേട്ടോ, ഈ ഗോൾഡൊക്കെ നമുക്ക് ലോക്കറിൽ വെക്കാം, സേഫാക്കി വെക്കുകയും ചെയ്യുക, പൈസ കിട്ടുകയും ചെയ്യും എന്നിങ്ങനെ പറയണം. മഞ്ജു പറയും, അയ്യോ ഞാൻ തരില്ല, ഈ സ്വർണം ഏടത്തിയമ്മയുടെയാണ് എന്നിങ്ങനെ പറയണം. ഏടത്തിയമ്മയുടെ അല്ലല്ലോ, കുറച്ചൊക്കെ നിൻ്റെ അമ്മയുടെയും നിൻ്റെയും സ്വർണ്ണങ്ങളാണല്ലോ എന്നിങ്ങനെ പറയണം. ഞാൻ എന്തായാലും തരില്ല, കണ്ണേടൻ അവിടെ പറയുന്നത് കേട്ടിട്ടുണ്ട്, സ്വർണം തന്നെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ്, അല്ലാതെ വേറെ ഒന്നും അല്ല, എന്തായാലും ഞാനത് തരില്ല എന്നിങ്ങനെ വിചാരിക്കരുത്. അതേസമയം മേഘം വിചാരിക്കണം, 1-2 കൊല്ലം കഴിയുമ്പോഴേക്കും ഈ പുതുമോടിയൊക്കെ മാറും, അത് കഴിഞ്ഞാൽ ജീവിക്കാൻ പൈസ തന്നെ വേണം എന്നിങ്ങനെ മനസ്സിൽ കരുതുകയാണ്. അതിനുശേഷം അവർ കിടക്കുകയാണ് കേട്ടോ. പിന്നീട് വാമദേവനും പ്രതാപനും കൂടി കാണുകയാണ് കേട്ടോ. എന്തായാലും ശരി, ഇങ്ങനെ പോയാൽ ശരിയാവില്ല, നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യം ഭയങ്കര കഷ്ടത്തിലാകും. 10-300 പവൻ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാണ്, ഇതിപ്പോൾ 10-70 പവനേ ഉള്ളൂ, അത് നിൻ്റെ മോളുടെ കരുണയിലാണ് അത് കിട്ടിയത്, സദ്യയും ഒന്നും നന്നായില്ല എന്നാണ് ആൾക്കാർ പറഞ്ഞത്. കണ്ണനെവിടെ എന്ന് എല്ലാവരും ചോദിക്കുകയും ചെയ്തു. എന്തായാലും നാണക്കേടായി പരിപാടി എന്നിങ്ങനെ പറയണം. അവൾ അവൻ്റെ കൂടെ കൂടിയത് കാരണം എല്ലാം നാശമായി, ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, എന്തായാലും ശരി രണ്ടിലൊരാളെ ജീവിക്കാൻ പാടുള്ളൂ എന്നിങ്ങനെ പറയണം. പ്രതാപൻ പറയണം, നമ്മുടെ കൊച്ചുങ്ങൾക്ക് അവിടെ സുഖമായി ജീവിക്കണമെന്നുണ്ടെങ്കിൽ അവരെ 2 പേരിൽ ഒരാളെ ഇല്ലാതാക്കണം, എങ്കിൽ മാത്രമേ അത് നടക്കുകയുള്ളൂ. ഏതായാലും മേഘനാഥൻ ഇറങ്ങട്ടെ. മേഘനാഥൻ്റെ കല്യാണ തിരക്കെല്ലാം കഴിഞ്ഞ് മേഘനാഥൻ വന്നതിന് ശേഷം നമുക്ക് ആ കാര്യങ്ങളെല്ലാം വേണ്ട പോലെ ചെയ്യാം എന്നിങ്ങനെ പ്രതാപനോട് വാമദേവൻ ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ. എന്തായാലും ശരി, നമുക്ക് ആ തടസ്സം തന്നെ ഒഴിവാക്കണം എന്നിങ്ങനെ പ്രതാപൻ വാമദേവൻ